ഒരിക്കൽ കൂടെ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന ഒന്നല്ല. മരണം വിധിക്കപ്പെട്ടാലും, ക്രൂശ് മരണം വിധിക്കപ്പെട്ടാലും മൂന്നാം നാൾ ഒരു ഉയർപ്പ് ഉണ്ട് എന്ന് അരുമനാഥൻ്റെ പുനരുത്ഥാനം നമ്മെ പഠിപ്പിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ പ്രിയരെ, കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരുപക്ഷെ ജീവിതത്തിൽ പല നിലയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരാകാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ, ജീവിതത്തിലേറി വരുന്ന ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടുവാനിടയായിത്തീരും. പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തി കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ജീവിതയാത്രയിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ കർത്താവ് പകരട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകാം, വ്യക്തിപരമായ ജീവിതത്തിലെ വിഷയങ്ങളാകാം, കുടുംബജീവിതത്തിലെ തകർച്ചകളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, അവയ്ക്കെല്ലാം ഏക ഉത്തരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അടച്ചിരിക്കുന്ന യഹൂദന്മാരെ പേടിച്ച് അടച്ചിട്ടിരുന്ന മുറിയിലേക്ക് ഇറങ്ങി വന്ന ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന കർത്താവ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് ആർക്കും അങ്ങോട്ട് കടന്നു വരാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിന് ആ പ്രശ്നങ്ങൾ എത്ര വലിയതാണെങ്കിലും അതിൻ്റെ നടുവിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകലിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൽ നിന്ന് വലിയവ നമുക്ക് പ്രതീക്ഷിക്കാം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ആ കൃപയിൽ ആശ്രയിക്കാം. മേ ഗോഡ് ബ്ലസ് യു.